ഡേ 30 ഓഫ് 315. അങ്ങനെ ഹാൾവിങ്ങിന്റെ ഒരു ദിവസം മുമ്പിലാണ് നമ്മളുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിങ്ങളോട് മുമ്പേ പറയുന്ന പോലെ തന്നെ ഇന്നിപ്പോൾ 60K 58K നമ്മളെല്ലാവരും ചിന്തിക്കുകയാണ് 52K കിട്ടുമോ, കുറച്ചും കൂടി ഡൗൺ കിട്ടുമോ എന്നുള്ളത്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, എത്ര ഡൗൺ കിട്ടുന്നു അത്രയും ലാഭമായിട്ട് മാത്രം കണക്കാക്കിയാൽ മതി. കാരണം ഈ ഹാൾവിങ്ങിന് ശേഷം ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ അടുത്ത ഹാൾവിങ്ങിന് കിട്ടാൻ പോകുന്നത് ഇതിലും പകുതി ആയിരിക്കും മൈനേഴ്സിന്. അവരുടെ കോസ്റ്റ് കൂടുന്നുണ്ട്. അപ്പൊ അത് പ്ലാൻ അപ്പ് ചെയ്യാൻ വേണ്ടിക്ക് എങ്ങനെയായാലും ഇനി വരുന്ന ഹാൾവിങ്ങിലേക്ക് BTCന്റെ റേറ്റ് വളരെയധികം കൂടിയിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ഹാൾവിങ്ങിന് 8000 ഉണ്ടായപ്പോൾ ഇപ്പോഴത്തെ ഹാൾവിങ് വരുമ്പോൾ BTC 60 അല്ലെങ്കിൽ 59 ഏരിയയിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ അടുത്ത ഹാൾവിങ് വരുമ്പോൾ ഇതിന്റെ മുകളിലേക്ക് വരണം. അപ്പൊ ഇതൊക്കെ ശരിക്കും പറഞ്ഞ ഒരു BTCനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു ബാർഗെയിനിങ് ഏരിയയാണ്. ഇതുവരെയുള്ള എല്ലാ ഹാൾവിങ്ങും നമുക്ക് മുമ്പിൽ ഉണ്ടാവുമ്പോൾ ഇവിടുന്ന് ഈ പറയുന്ന ഏരിയയിൽ നിന്ന് എത്രത്തോളം കുറഞ്ഞു കിട്ടുന്നു അത്രത്തോളം ലാഭമായിട്ട് മാത്രം കണക്കാക്കി വേറൊരു ഡിസ്ട്രാക്ഷൻ ഇല്ലാണ്ട് ബൈ ചെയ്യേണ്ട